സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ലാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ അവസാന ടോപ്പിക്കുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ക്യാരക്ടറിസ്റ്റിക് കർവ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പായിരുന്നു. ഈ വീഡിയോയിൽ നമുക്കൊരു 3 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ്, മാക്സിമം സക്ഷൻ ലിഫ്റ്റ് ആൻഡ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ഈ 3 കാര്യങ്ങളായിരിക്കും ഈ അവസാന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എന്താണ് കാവിറ്റേഷൻ ഇൻ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് നോക്കാം. Cavitation is a phenomenon of formation of vapor bubbles of a flowing liquid in a region where the pressure of the liquid falls below its vapor pressure. അതായത് ഒരു ലിക്വിഡ് അത് എവിടെയെങ്കിലും അതിൻ്റെ ഫ്ലോ നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വേപ്പർ പ്രഷറിന് താഴെയാണ് പ്രഷർ വരുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ വേപ്പർ ബബിൾസ് ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് പ്രഷർ വാല്യൂ വേപ്പർ പ്രഷറിന് താഴെ വന്നാൽ അവിടെ ആ ഗിവൺ ടെമ്പറേച്ചറിൽ ബോയിലിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ വാട്ടറിൻ്റെ കേസിൽ ബോയിലിംഗ് നടക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ഏതെങ്കിലും റീജിയനിൽ വെച്ച് വേപ്പർ പ്രഷറിന് താഴെ പ്രഷർ വന്നാൽ അവിടെ എന്താണോ ടെമ്പറേച്ചർ ആ ടെമ്പറേച്ചർ അനുസരിച്ച് വാട്ടർ ബോയിൽ ചെയ്യാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പമ്പിൽ വാട്ടർ ഫ്ലോ നടക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും ലോ പ്രഷർ വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സക്ഷൻ പൈപ്പ് അപ് ടു ദ ഇൻലെറ്റ് ഓഫ് ദ ഇമ്പല്ലറാണ്. ഇവിടെ ലോ പ്രഷർ വന്നാലാണ് നമുക്ക് സമ്പിൽ നിന്നും വാട്ടർ സക്ഷൻ ചെയ്ത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലേ? സോ ഇവിടെ ലോ പ്രഷർ വരുന്ന സമയത്ത് വേപ്പർ പ്രഷറിന് താഴെ നമ്മുടെ സക്ഷൻ പ്രഷർ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഒരു ബോയിലിംഗ് നടന്ന് വേപ്പറൈസേഷൻ നടന്ന് വേപ്പർ ബബിൾസ് ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ വേപ്പർ ബബിൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദീസ് ബബിൾസ് സഡൻലി കൊളാപ്സ് ഇൻ എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ ഈസ് ക്രിയേറ്റഡ്. അതായത് ഈ വേപ്പർ ബബിൾസ് ഫ്ലോയുടെ ഒപ്പം നീങ്ങി, അതായത് ഫ്ലോ ഈ വേപ്പർ ബബിൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഹൈ പ്രഷർ റീജിയനിൽ പോയിട്ട് കൊളാപ്സ് ആവും. ഓക്കെ, അങ്ങനെ ഹൈ പ്രഷർ റീജിയനിൽ കൊളാപ്സ് ആയാൽ ഈ ബബിൾസ് കൊളാപ്സ് ചെയ്ത് ഒരു ഹൈ പ്രഷർ വേവ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഹൈ പ്രഷർ വേവ് കുറേ ലോക്കൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ട് മെറ്റാലിക് സർഫസ്, എവിടെയെങ്കിലും മെറ്റാലിക് സർഫസ് ആ ഭാഗത്തുണ്ടെങ്കിൽ this metallic surface is subjected to this high pressure and causes pitting action on the surface. അതായത് ഇറോഷൻ നടക്കാനുള്ള ചാൻസ് ആ മെറ്റാലിക് സർഫസിൻ്റെ സർഫസിലായിട്ടാണ് ഈ പറഞ്ഞ കൊളാപ്സ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ അവിടെ നിന്ന് ഇറോഡ് ചെയ്ത് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഇറോഡ് ചെയ്ത് പോകുന്ന ആക്ഷനെ പറയുന്ന പേരാണ് പിറ്റിംഗ് ആക്ഷൻ എന്ന് പറയും. ഈ പിറ്റിംഗ് ആക്ഷൻ്റെ ഫലമായിട്ട് നമുക്ക് അവിടുത്തെ മെറ്റാലിക് സർഫസ് ഇറോഷൻ നടന്ന് കാവിറ്റീസ് ഫോം ചെയ്യും. സോ ഈ എൻ്റെ പ്രോസസ്സിനെ നമുക്ക് കാവിറ്റേഷൻ എന്ന് വിളിക്കാം, കാവിറ്റീസ് ഫോം ചെയ്യുന്ന കാരണം. ഓക്കെ, ഇത് വളരെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പമ്പിൻ്റെ എഫിഷ്യൻസി, അതുപോലെ പമ്പിൻ്റെ സ്പീഡ് എല്ലാം ഇതിനോട് ഡിപ്പെൻഡ് ചെയ്ത് എടുക്കും. അതായത് കാവിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസിനെ സാരമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ പമ്പ് ഉണ്ടാക്കുന്ന ഇമ്പല്ലർ ക്രിയേറ്റ് ചെയ്യുന്ന ഹെഡ് ഒക്കെ വളരെ കുറയും, എഫിഷ്യൻസി കുറയും. അതുകൊണ്ട് കാവിറ്റേഷൻ ഉണ്ടാവാതെ നമ്മൾ പമ്പ് വർക്ക് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഇനി ഈ കാവിറ്റേഷൻ നമുക്ക് തടയാനായിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഉള്ളത് നോക്കാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വേപ്പർ പ്രഷറിന് താഴെ പോവാതെ പമ്പിൻ്റെ വർക്കിംഗ് പോസിബിൾ ആക്കണം. എക്സാമ്പിളായിട്ട് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പല്ലറിൽ ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് ഇമ്പല്ലർ ഇൻലെറ്റിൽ 2.5 മീറ്ററിനും താഴെ പോകാൻ പാടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ വേപ്പർ പ്രഷറിന് താഴെ പോവും, ഈ പറഞ്ഞ കാവിറ്റേഷൻ ആക്ഷൻ ഉണ്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ കാവിറ്റേഷൻ കാരണം കുറേ വൈബ്രേഷൻ, ഹൈ ടെമ്പറേച്ചർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, നോയ്സ് ഉണ്ടാവും അതിൻ്റെ റിസൾട്ടായിട്ട്. പിന്നെ കാവിറ്റേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു റെമഡി എന്ന് പറയുന്നത് അലൂമിനിയം ബ്രോൺസ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റാലിക് സർഫസുകളായിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ കാവിറ്റേഷൻ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. കാരണം ഇതെല്ലാം ആൻറ്റി കാവിറ്റേഷൻ മെറ്റീരിയൽസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് കാവിറ്റേഷൻ ഈ രീതിയിലൊക്കെ നമുക്ക് കുറച്ചെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമം സക്ഷൻ ലിഫ്റ്റ് ഓർ സക്ഷൻ ഹൈറ്റ്. അതായത് ഏതാണ് നമ്മൾ സക്ഷൻ പൈപ്പ് വഴിക്ക് ലിഫ്റ്റ് ചെയ്യും സമ്പിൽ നിന്ന്, പക്ഷേ അതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും, അതാണ് മാക്സിമം സക്ഷൻ ലിഫ്റ്റ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഇത് ഇമ്പല്ലറാണ്. ഇമ്പല്ലറിൻ്റെ ഒരു സെൻറ്റർ ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്, ഈ ഹിഡൻ ലൈൻസ് എന്ന് പറയുന്നത് ഇമ്പല്ലറിൻ്റെ സെൻറ്റർ ലൈൻ ആയിരിക്കും. ദെൻ ഇവിടെ നമ്മുടെ സമ്പ് ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഫ്രീ സർഫസ് തൊട്ട് സെൻറ്റർ ഓഫ് ദ ഇമ്പല്ലർ വരെ ആയിരിക്കും നമ്മുടെ സക്ഷൻ ഹെഡ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ സക്ഷൻ പൈപ്പും കാണിച്ചിട്ടുണ്ട്. സക്ഷൻ പൈപ്പിലുള്ള വാട്ടറിൻ്റെ വെലോസിറ്റി ആണ് VS. ഇനി
അപ്ലൈയിങ് ബെർണൂളിസ് ഇക്വേഷൻ. നമ്മൾ ഈ ഡയഗ്രം നോക്കി നമ്മളിവിടെ അപ്ലൈയിങ് ബെർണൂളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. അതായത് ഈ ഫ്രീ സർഫസ് ആണ് നമ്മൾ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്, റെഫറൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഫ്രീ സർഫസും അതുപോലെ അവിടെയും അതുപോലെ നമ്മൾ ഇംപെല്ലറിൻ്റെ ഇൻലെറ്റ്, അത് ഈ ലൈനാണ് ഇംപെല്ലറിൻ്റെ ഇൻലെറ്റ്, ഈ രണ്ട് ഇടത്തായിട്ട് നമ്മൾ ബെർണൂളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈയിങ് ബെർണൂളിസ് ഇക്വേഷൻ at the free surface of the liquid in the sump and section 1 in the suction pipe at the inlet of the pump. അതായത് ഇംപെല്ലർ ഇൻലെറ്റിലുള്ള സെക്ഷൻ 1ലും നമ്മൾ ബെർണൂളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ആൻഡ് ടേക്കിംഗ് ദ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആസ് എ ഡാറ്റ ലൈൻ. നമ്മുടെ സമ്പ് അല്ലെങ്കിൽ സമ്പിലുള്ള ഫ്രീ സർഫസിനാണ് നമ്മൾ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ബെർണൂളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ PA/ρg പ്ലസ് VA²/2g പ്ലസ് ZA ഇസ് ഈക്വൽ ടു P1/ρg പ്ലസ് V1²/2g പ്ലസ് Z1 പ്ലസ് HL. ലോസ് കൂടി കൺസിഡർ ചെയ്യണം. അതായത് ഇൻലെറ്റ് ഓഫ് ദ പമ്പ് എത്തുമ്പോഴേക്കും നമുക്ക് സക്ഷൻ പൈപ്പിലുള്ള ലോസസ് HL എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ടേംസിനും ഒന്ന് കൺസിഡർ ചെയ്യാം. PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഓൺ ദി ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് ആയിരിക്കും. VA വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് അറ്റ് ദ ഫ്രീ സർഫസ്. ഫ്രീ സർഫസിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ആ വാല്യൂ നമ്മൾ 0 അപ്ലൈ ചെയ്യും. ZA എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഫ്രീ സർഫസ് ഫ്രം ദ ഡാറ്റം ലൈൻ. അത് 0 ആയിരിക്കും, കാരണം ഫ്രീ സർഫസ് തന്നെയാണ് നമ്മുടെ ഡാറ്റം ലൈൻ. സോ അതിൻ്റെ ഹൈറ്റ് 0 ആയിരിക്കും. P1 എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് പ്രഷർ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ്. നമ്മുടെ ഇംപെല്ലറിൻ്റെ ഇൻലെറ്റിൽ വരുന്ന പ്രഷറാണ് P1. V1 എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ലിക്വിഡ് ത്രൂ ദ സക്ഷൻ പൈപ്പ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഡയഗ്രാം കാണിച്ചപ്പോൾ VS എന്ന് പറഞ്ഞു കഴിഞ്ഞു, V_S. ആൻഡ് Z1 is the height of the inlet of the pump from the datum line. datum line അഥവാ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ് തൊട്ട് പമ്പിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൈറ്റ് ആണ്. അത് നമ്മുടെ സക്ഷൻ ഹെഡാണ് HS. ഇനി HL is a loss of the head in foot valve, strainer, suction pipe. ഫുട്ട് വാൽവ് തൊട്ട് സ്ട്രെയിനർ ആൻഡ് സക്ഷൻ പൈപ്പ് വരെ, സക്ഷൻ പൈപ്പ് കഴിയുന്ന വരെയുള്ള നമ്മുടെ ലോസുകളാണ് HL. നമുക്കതിനെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് HFS എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആയിരിക്കും PA/ρg പ്ലസ് 0, അതായത് VA 0 ആയതുകൊണ്ട് V²/2g 0 വരും, പ്ലസ് ZA എന്ന് പറയുന്നത് 0 ആയിരിക്കും, പ്ലസ് ഇസ് ഈക്വൽ ടു P1/ρg പ്ലസ് VA²/2g പ്ലസ് HS പ്ലസ് HFS. ഇനി നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തു, ഒന്ന് റീഅറേഞ്ച് ചെയ്തു. P1/ρg is equal to ബാക്കി എല്ലാ ടേംസിനും ഇപ്പുറത്തോട്ടും ഉണ്ടായി. PA/ρg മൈനസ് ഹോൾ ബ്രാക്കറ്റിൽ VA²/2g പ്ലസ് HS പ്ലസ് HFS. ഇനി മാക്സിമം സക്ഷൻ ലിഫ്റ്റ് കാണാൻ വേണ്ടിയിട്ട് P1 is equal to PV. അതായത് P1 എന്ന് പറയുന്നത് ഇംപെല്ലർ ഇൻലെറ്റിലുള്ള പ്രഷറാണ്, അത് PV ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. വേർ PV is the വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേപ്പർ പ്രഷറിനും താഴെ പോകാൻ പാടില്ല. അതായത് പ്രഷർ വാല്യൂ കുറഞ്ഞാൽ മാത്രമേ സക്ഷൻ നടക്കുകയുള്ളൂ. പക്ഷേ പ്രഷർ വാല്യൂ വേപ്പർ പ്രഷറിനും താഴെ പോകാൻ പാടില്ല. താഴെ പോയാൽ കാവിറ്റേഷൻ നടക്കും. അതുകൊണ്ട് PV ആയിരിക്കും നമുക്ക് കിട്ടാവുന്ന മിനിമം പ്രഷർ വാല്യൂ, അതിനും താഴെ പോകാൻ പാടില്ല. അപ്പോൾ മാക്സിമം സക്ഷൻ ലിഫ്റ്റ് കിട്ടുന്നത് കറക്റ്റ് PV വാല്യൂവിലായിരിക്കും. വേപ്പർ പ്രഷർ എന്ന ആ വാല്യൂവിലായിരിക്കും നമുക്ക് മാക്സിമം കിട്ടുക. പക്ഷേ അതിലും താഴെ പോകാൻ പാടില്ല, കാവിറ്റേഷൻ ഉണ്ടാവും. സോ വി ആർ ഗിവിംഗ് ദിസ് കണ്ടീഷൻ P1 is equal to PV, വേപ്പർ പ്രഷർ. So PV/ρg is equal to PA/ρg minus whole bracket VA²/2g plus HS plus HFS. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തൊക്കെയാണ്. PA/ρg is equal to ബാക്കിയുള്ള ടേംസിനെല്ലാം പുറത്തോട്ടും ഉണ്ടായി. ഇനി PA/ρg നമ്മൾ പ്രഷർ ഹെഡ് ആക്കിയിട്ട് മാറ്റുന്നു. PA/ρg is equal to HA, capital HA. Similarly, PV/ρg is equal to HV, vapor pressure head. Now നമ്മുടെ ഇക്വേഷൻ ഈ രീതിയിലായിട്ട് ചേഞ്ച് ആവും. HA is equal to HV plus VA²/2g plus HS plus HFS. നമ്മുടെ കണ്ടുപിടിക്കേണ്ട നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാക്സിമം സക്ഷൻ ഹെഡ് അല്ലേ. അപ്പോൾ HS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് HS ആണ്. ഇതാണ് നമ്മുടെ മാക്സിമം സക്ഷൻ ഹെഡിൻ്റെ എക്സ്പ്രഷൻ. HA മൈനസ് HV മൈനസ് VA²/2g minus HFS. Final equation for the maximum suction lift അല്ലെങ്കിൽ maximum suction head. ഓക്കെ, ഇനി നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. ഇത് ഒരു പമ്പ് ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് NPSH എന്ന് പറയുന്നത്.
നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ടു ദി പമ്പ് മൈനസ് ദി വേപ്പർ പ്രഷർ ഹെഡ് പ്ലസ് ദ വെലോസിറ്റി ഹെഡ്. അതായത് പമ്പിൻ്റെ ഇൻലെറ്റിലുള്ള ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അത് P1/ρg ആയിരിക്കും, മൈനസ് ദ വേപ്പർ പ്രഷർ ഹെഡ് അപ്പോൾ മൈനസ് PV/ρg പ്ലസ് വെലോസിറ്റി ഹെഡ് അപ്പോൾ VS²/2g അത് പ്ലസ് ചെയ്യണം. ഇങ്ങനെ ഈ ടേമുകളെല്ലാം സം ചെയ്ത് കിട്ടുന്ന ഒരു പമ്പിൻ്റെ സ്പെസിഫിക്കേഷനാണ് നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. NPSH is equal to absolute pressure head at inlet of the pump minus vapor pressure head plus velocity head as per the definition. ഇനി ആബ്സല്യൂട്ട് പ്രഷർ അറ്റ് ഇൻലെറ്റ് ഓഫ് ദ പമ്പ് എന്ന് പറയുന്നത് P1 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? P1/ρg ആണ് ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ്, മൈനസ് വേപ്പർ പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ മൈനസ് PV/ρg പ്ലസ് വെലോസിറ്റി ഹെഡ് എന്ന് പറയുന്നത് സക്ഷൻ പൈപ്പിലുള്ള വെലോസിറ്റി VS ആയതുകൊണ്ട് പ്ലസ് VS²/2g. ഇനി നമുക്ക് ആബ്സല്യൂട്ട് പ്രഷർ ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പമ്പ് നമ്മൾ തൊട്ട് മുൻപത്തെ ഡെറിവേഷനിൽ നിന്ന് നമ്മൾ P1/ρg is equal to PA/ρg മൈനസ് ഹോൾ ബ്രാക്കറ്റിൽ VS²/2g പ്ലസ് HS പ്ലസ് HFS നമ്മൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ വാല്യൂ ഈ P1/ρgയുടെ ഈ എക്സ്പ്രഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അവർ NPSH വിൽ ബി ലൈക്ക് ദിസ്. ഇതിനെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ ഇതിൽ കോമൺ ആയിട്ട് VS²/2g വെട്ടിപ്പോവും. സോ ഫൈനലി കിട്ടുന്നത് PA/ρg മൈനസ് PV/ρg മൈനസ് HS മൈനസ് HFS. സോ ഇതിന് നമ്മൾ ഹെഡ് പോലെ ആക്കി, PA/ρgനെ HA എന്നാക്കി, PV/ρgനെ HV എന്നാക്കി. സോ അപ്പോൾ ഫൈനൽ ഇക്വേഷൻ വിൽ ബി ലൈക്ക് ദിസ്: HA മൈനസ് HS മൈനസ് HFS ഹോൾ മൈനസ് ഓഫ് HV. ഇതാണ് നമ്മുടെ നെറ്റ് പോസിറ്റീവ് സക്ഷൻ ഹെഡ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സക്ഷൻ ഹെഡ് ആയിരിക്കും. ഈ ടോട്ടൽ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻലെറ്റിലുള്ള ആബ്സല്യൂട്ട് സക്ഷൻ ഹെഡിന് ആബ്സല്യൂട്ട് പ്രഷർ ഹെഡിൽ നിന്ന് നമ്മൾ സക്ഷൻ ഹെഡ് മൈനസ് ചെയ്യണം, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ സക്ഷൻ പൈപ്പ് മൈനസ് ചെയ്യണം, മാത്രമല്ല വേപ്പർ പ്രഷർ ഹെഡും നമ്മൾ മൈനസ് ചെയ്യണം. ഇത്രയും ചെയ്താലാണ് നമുക്ക് നെറ്റ് പോസിറ്റീവ് ഹെഡ് കിട്ടുക. സോ ഹിയർ NPSH is equal to total suction head, and NPSH may also be defined as the total head required to make liquid flow through the suction pipe to the impeller. ഇത്രയും ഹെഡാണ് നമുക്ക് സക്ഷൻ പൈപ്പിൽ ആവശ്യമുള്ളത്, അതായത് ഇൻലെറ്റിൻ്റെ ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റിൽ ആവശ്യമുള്ളത്, അതായത് സക്ഷൻ പൈപ്പ് വഴിക്ക് വാട്ടറിനെ സക്ഷൻ ചെയ്ത് ഇമ്പല്ലറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അണ്ടർസ്റ്റുഡ്? So this is the definition and concept behind net positive suction head. So ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ വരുന്നത്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളെ കുറിച്ചായിരിക്കും. ഓക്കെ, സോ ഈ ഫ്ലൂയിഡ് മെഷീനറി ലെക്ചർ സീരീസ് കണ്ട എല്ലാവർക്കും ഒരു താങ്ക്സ്. അടുത്ത റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വീഡിയോ ഇതുപോലെ ഫോളോ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. താങ്ക് യു.